ഗുരുവായൂരിൽ ആനകളെ മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ താക്കീതുമായി ഹൈക്കോടതി. ആനകളെ നിയന്ത്രിക്കാൻ ഇരുമ്പ് തോട്ടി ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കോടതി. ആനക്കോട്ടയിൽ പരിശോധനയും ഒറ്റും നടത്താനും കോടതി നിർദ്ദേശം. CCTV ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശം. ദേവസ്വം അധികൃതർ നടപടി നേരിടേണ്ടി വരുമെന്നും കോടതിയുടെ മുന്നറിയിപ്പ്. രേഷ്മ ബാബു നൽകും കൂടുതൽ വിവരങ്ങൾ. രേഷ്മ, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനകളെ പാപ്പാന്മാർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ വിഷയത്തിലാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ഗുരുവായൂർ ആനക്കോട്ടയിലെ ദുരിതാവസ്ഥ സംബന്ധിച്ചുള്ള ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ടായിരുന്നു. ഈ ഹർജി പരിഗണിക്കുകയാണ് ചില ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ആനക്കോട്ടയിൽ ഈ ആനകളെ ഇരുമ്പ് തോട്ടി ഉപയോഗിച്ച് മർദ്ദിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി കർശന നിർദ്ദേശം ിരിക്കുന്നത്. മാത്രമല്ല, ആനക്കോട്ടയിൽ കൃത്യമായിട്ട് ഒരു ഓഡിറ്റ് നടത്തണം. CCTV ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ CCTV ഉറപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം ിട്ടുണ്ട്. ആനകളോടുള്ള ക്രൂരത അത് ലളിതമായിട്ട് കാണാനാവില്ല എന്നുള്ളൊരു നിലപാടാണ് ദേവസ്വം ബെഞ്ച് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വിഷയം പരിഗണിച്ച വേളയിൽ ആർക്കൊക്കെ എതിരെയാണ് നിലവിൽ നടപടി സ്വീകരിച്ചത് എന്നുള്ള ചോദ്യം ജസ്റ്റിസുമാരായ LK നരേന്ദ്രൻ, G ഗിരീഷ് എന്നിവരുൾപ്പെട്ട ദേവസ്വം ബെഞ്ച് സർക്കാർ അഭിഭാഷകനോട് ഉന്നയിക്കുകയും ചെയ്തു. പാപ്പാന്മാർക്കെതിരെ കേസെടുത്തു വനംവകുപ്പ്, ഒപ്പം തന്നെ പോലീസും കേസെടുത്തു എന്നുള്ള ഒരു മറുപടിയാണ് ഹൈക്കോടതി മുൻപാകെ ഗവൺമെന്റ്. ശക്തമായ താക്കീത് തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ദേവസ്വം അധികൃതർ അടക്കം നടപടി നേരിടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കോടതി ഇന്ന് നൽകിയിട്ടുണ്ട്.